വെൽക്കം ടു 380 ഫാമിലി വ്ലോഗ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു ഈവനിങ് നമ്മളൊരു നടത്തം നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണണം എല്ലാവരും, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്വാർട്ടറിൻ്റെ മുൻവശമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് നമ്മൾ പണ്ട് ലൈവിലൊക്കെ കാണിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഒരു മഴ ചോർന്നിട്ടേ ഉള്ളൂ കേട്ടോ. നല്ലൊരു മഴ ചോർന്നിട്ടുള്ളൂ. എന്നിട്ട് അതാ തീരെ വെള്ളം പോലും ഇല്ല കേട്ടോ. അങ്ങനെയാണ് നമ്മളെ ഇവിടുത്തെ മഴ എന്ന് പറയുന്നത്. പഞ്ചാബിലെ ബത്തിൻ്റെയിലെ മഴ എന്ന് പറയാൻ പറ്റില്ല, ചാറ്റൽ മഴ എന്നൊക്കെയേ പറയാൻ പറ്റുള്ളൂ. മഴ പെയ്തിട്ടും നല്ല ചൂടാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മളെ സെറ്റപ്പാണ് കേട്ടോ. സെറ്റപ്പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിരട്ടനുണ്ട് ഉണ്ടാക്കി വെച്ച സംഭവമാണ് കേട്ടോ. വെറുതെ ഇരിക്കില്ലേ, എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ വിചാരിച്ചിട്ട് ആ ചിരട്ടയൊക്കെ ഡെക്കറേഷൻ ചെയ്ത് അതിനകത്ത് കുറച്ച് പൂവൊക്കെ ഇട്ട് വെച്ചിട്ട്, പൂവല്ല കേട്ടോ, ചെടിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇങ്ങനത്തെ ചെടികളൊക്കെ നല്ല രസമാണ് കാണാൻ കേട്ടോ. പിന്നെ അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നുള്ളൂ ഡെയിലി. പിന്നെ ചിലവരൊക്കെ ചോദിച്ചു ഇതിവിടെ ഒട്ടിച്ച് വെച്ചതാണോ? ഇത് ഞാൻ ഒട്ടിച്ച് വെച്ചതല്ല, ഇത് ഞാൻ വരച്ചതാണ് വരച്ചതാണ് കേട്ടോ. എൻ്റെ കലാവിരുദ്ധം അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം എന്താ പറയുക, ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങളാണ്. നമ്മളിവിടെ ചുമ്മാ വെറുതെ ഒരു സുലമൊപ്പം നടക്കാൻ വരും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പം മഴ പെയ്താൽ തന്നെ ഒരു വൃത്തിയിട്ട മഴ ആയിരിക്കും. ഇല്ലമ്മ, മഴേനെ പറ്റി സുലമിന്റെ എന്താ അഭിപ്രായം? മഴയല്ലേ സുലമിന്റെ മഴക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? അമ്മനെടുക്കണോ? എൻ്റെ മഴക്കാലേ ഞാൻ പുഴയിൽ നിന്ന് കുളിച്ച് നനഞ്ഞ് ഈറനോടെ വരും മഴക്കാലത്തോ? മഴയത്ത് നല്ല മഴയും കൊണ്ട് പുഴയിൽ കുളിച്ച് വരും. അതാണ് എൻ്റെ ചെറുപ്പകാലം. അന്നത്തെ ചെറുപ്പകാലത്തുള്ള മഴ അങ്ങനെയായിരുന്നു അല്ലേ? പിന്നെ മഴപ്പോഴില്ല. അന്നത്തെ കാലം ഒന്നും കിട്ടൂലോ. അത് ശരിയാ. പിന്നെ സുലു വാക്കിങ്ങിന് ഇറങ്ങിയതാ മഴയത്തോ? ഇപ്പം കുറഞ്ഞ മഴയേ ഉള്ളൂ. എന്നാ പോരൂ, നമുക്ക് വാക്കാം. സുലു കമോൺ. അങ്ങനെ സുലു മഴയൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങാണ്. സുലം എല്ലാവരും ചോദിച്ചു ലോങ് വീഡിയോ എവിടെയെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ എടുക്കാൻ റോഡിനൊക്കെ ഇവിടെ പഞ്ചാബിൽ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മഴയൊന്നുമില്ല. നമ്മളെ നാട്ടിലെ മഴയാണ് സൂപ്പർ മഴ. ഇത് നമ്മൾ ജസ്റ്റ് കുറച്ച് മുന്നേ പെയ്ത മഴയൊന്ന് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ പെയ്തിട്ടുള്ളൂ. നല്ല മഴ പെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് നേരം നിന്നു. ഇവിടെ മഴ പെയ്താൽ നല്ല ചൂടാണ്. ഇവിടെ മഴ പെയ്താൽ നല്ല ചൂട് തന്നെ കേട്ടോ. ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ചൂടോട് ചൂടാണ്. പിന്നെ കാടും പടലൊക്കെ ഉണ്ട് ഇവിടെ, എന്നാലും ഇവിടെ ചൂട് തന്നെയാണ്. ഭയങ്കര ചൂടില്ലേ സുലു? മഴ പെയ്താലും അതിന് ഇവിടെ അത്ര മഴ പെയ്യലില്ല, കുറവാണ്. ആ മഴേൻ്റെ വീഡിയോ ഞാൻ കുറച്ച് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. മഴ ഒരു 10 മിനിറ്റ് ഉണ്ടാവില്ലേ ചില മഴയൊക്കെ, അത്ര മിനിറ്റ് ഉണ്ടാവും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. കൂർക്കൻ്റെ കല്യാണം അതന്നെ. പിന്നെ അതന്നെ അങ്ങനെയുള്ളൂ, വേറെ അത്ര ഇതൊന്നുമില്ല. പിന്നെ ഒരിത്തിരി മഴ ചെയ്താൽ മതി, ഇവിടെയൊക്കെ പുല്ലും ഇങ്ങോട്ട് വളർന്നോളും. പുല്ലേ 2 ദിവസം മഴ ആയതുകൊണ്ട് 2 ദിവസമായി ചൂട് കണ്ടിട്ട്. 2 ദിവസം മഴ ഉണ്ടെങ്കിൽ പിന്നെ ലേശം മടി മിന്നൊക്കെ നല്ല അലങ്കോലമായി കിടക്കുന്നു. പുല്ലൊക്കെ പറക്കട്ടെ കുറച്ച്. എന്തായാലും പുറത്തിറങ്ങിയതല്ലേ, അപ്പം കുറച്ച് പുല്ലൊക്കെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ച്. കുറച്ചേ ഉള്ളൂ, കുറച്ച് പുല്ലൊക്കെ ഉള്ളൂ, പിന്നെ അങ്ങോട്ട് ഇതാക്കിക്കോളും. അങ്ങനെ ഞങ്ങൾ ഇപ്പം സമയം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഞെട്ടും. നമ്മളിവിടെ സമയം ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും വെളിച്ചാണ്. 6:07 മണി ആവാനായിട്ടുണ്ടോ കറക്റ്റ് സമയം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പം ഇവിടെ ഈ അരളി നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് കുഴിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. സാധാരണ അരളി ഇവിടെ ഇഷ്ടംപോലെ അരളിയുണ്ട്. അരളി മരത്തിനോടിവിടെ കളിയാണ്, പല കളറിലുള്ള വെള്ള അരളി വരെ ഉണ്ട്. പെട്ടെന്നാണ് ഇതിന് പൂ വന്നത് കേട്ടോ. ഇപ്പോൾ ഇതൊന്നും കുഴിച്ചിടാൻ പാടില്ല എന്നാണ്, വിഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും പൂവിന് വേണ്ടി നമ്മൾ കുറച്ചൊന്ന് കുഴിച്ചിട്ടതാണ് കേട്ടോ. ചൊന്ന പൂവായിട്ടുണ്ട്, നല്ല രസമുണ്ടാവും. നല്ല റോസാപ്പൂ പൂത്ത് നിൽക്കുന്നവരുണ്ടാവും. അപ്പം നമുക്ക് നോക്കാം, ഓണത്തിനൊക്കെ ഇരുന്ന് ഇങ്ങനെ പറിക്കുന്ന വീഡിയോസൊക്കെ എന്തായാലും ഉണ്ടാവും. ഗൈസ് വാ, ഇനി കുറച്ച്
അങ്ങനെ സുലഭമായി റോട്ടുമ്പോൾ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ സൈക്കിളിങ്ങനെ ഓടിക്കിടും. കുറച്ച് ദൂരം ഓടിക്കലുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കുറച്ചേ ഓടിച്ചുള്ളൂ. ഈ റോഡിങ്ങനെ ലോങ് ഇങ്ങനെ പോകും ഞങ്ങൾ. സുലഭം ഇങ്ങനെ പെയ്യെ ഇങ്ങനെ റോഡ് കൂടെ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും നടക്കും കേട്ടോ. രാവിലെയും വൈകുന്നേരവും നടത്തിപ്പിക്കാൻ ചെയ്യല്ലേ. സുലഭ ലേശൊരു മടിയുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിങ്ങനെ സൈക്കിളിൽ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങും. ഇത് എത്ര സമയം അറിയോ? 7 മണിയല്ലേ ഇപ്പോൾ? 6:30. സമയം എത്രയായിരുന്നു? 7 മണി. സമയം ഇവിടെ 6, 6:30, 7 മണി ആയിട്ടോ. എന്നിട്ടും ഇവിടുത്തെ പ്രകാശം ഇവിടെ 8 മണിയാവും ഇരുടാവണേ. ഇതിപ്പോഴത്തെ 7 മണിയുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 7 മണി ആയിട്ടുണ്ടെങ്കിൽ അതന്നെ ഞങ്ങൾ ഇരുടായിട്ട് വിളക്കെത്തിക്കുക. കാരണം 7:30, 7:45 ഇവിടെ വിളക്കെത്തിക്കുക. ഇപ്പൊ ഇരുടായില്ല സംഭവം. ആ കാടൊന്നും കാണിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യല്ലേ. അല്ല നമ്മൾ ഇന്നത്തെ ഈവനിങ് ചെറിയൊരു സായാഹ്ന സംഭാഷണം പോലെ എടുത്താലേ സുലു. അത്രയേ ഉള്ളൂ സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇതാ 7 മണി ടൈമാണ് കേട്ടോ. അത് സംഭവം 7 മണിയായിട്ട് ഇത്രയും വെളിച്ചമുണ്ട്. അപ്പോൾ ചിലപ്പം കമൻ്റൊക്കെ വരാൻ മതിയോ, നിങ്ങൾ ഇന്ത്യയിൽ തന്നെയാണോന്ന്. അയ്യോ എനിക്ക് വയ്യ. ഇത് പഞ്ചാബാണ് കേട്ടോ. പഞ്ചാബ് 10-ാണ് സംഭവം. അപ്പം നല്ല ഇളം തെന്നൽ കാറ്റുകളൊക്കെ ഉണ്ട്. മഴേൻ്റെ ഒരു എന്താ പറയുക പുറപ്പാടുണ്ട്. പക്ഷെ ഇവിടുത്തെ മഴ ഞാൻ പറഞ്ഞില്ല അത്ര വലിയ ഇതൊന്നുമില്ല. ഇന്നത്തെ മഴ കഴിഞ്ഞു. ഈ 2 ദിവസം മഴ ഉണ്ടാവാതിരിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണല്ലേ സുലു.